ഈ വിഭാഗീയമായ പ്രശ്നങ്ങൾ എടുത്തിട്ട് പൊതുചർച്ച ആക്കാൻ പറ്റിയ ഒരു കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോകുന്നത് എന്നുള്ളതെങ്കിലും ആ ഒരു മിനിമം ഇതെങ്കിലും ഒരു എന്താ പറയുക, ഒരു മിനിമം അച്ചടക്കമെങ്കിലും എല്ലാവരും പാലിക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ വർഗീയ ശക്തികളാണ്. അതൊന്നും ഇത് BJP ഉപയോഗപ്പെടുത്തിയാൽ വേണ്ടില്ല, ഇടതുപക്ഷത്തിനത് പിന്നെ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രശ്നമില്ല എന്നുള്ള നിലയിൽ ഒരു കൂട്ടർ വിഭാഗീയമായ തരത്തിൽ ഇങ്ങനെ ഈ വക വിഷയങ്ങൾ പറയുന്നുണ്ട് എന്ന് വെച്ച് ഇവിടെ സമുദായത്തിൽ ഡിവിഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നടപടികളും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുണ്ടാവില്ല. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തെ കൂട്ടിപ്പിടിച്ച് പോവാനുള്ള ശ്രമങ്ങളെ പാർട്ടി നടത്തുള്ളൂ. പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ മറ്റു ജനവിഭാഗങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ചെയ്യുന്ന തരത്തിൽ പ്രചരണം നടത്തുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല. ശിഹാബ് തങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ബാഫഖി തങ്ങളും പൂക്കോയ തങ്ങളും ശിഹാബ് തങ്ങളും എതൽ തങ്ങളും അതുപോലെയുള്ള പാണക്കാട് തങ്ങന്മാരൊക്കെ ലീഗ് പോരുന്ന ഒരു പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാൽ പോകുന്നത്. അത് അനുസരിച്ച് തന്നെയാണ് അതാത് കാലഘട്ടങ്ങളിലുള്ള സമസ്തയുടെ നേതാക്കന്മാരും ഒക്കെ എല്ലാ കാലത്തും നിന്നിട്ടുള്ളത്. അത് പൊതുസമൂഹത്തെ പിന്നെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു സമീപനമാണ്. അല്ലാത്തതൊക്കെ വിഭാഗീയതയോ വർഗീയതയോ ആണ്. അത്തരം വിഭാഗീയ വർഗീയ സമീപനങ്ങൾക്കൊന്നും ലീഗ് ചെവി കൊടുക്കില്ല. അത്തരം കാര്യങ്ങൾ നിർത്തുകയാണ് നല്ലത്. കാരണം പൊതുസമൂഹം ഇത് വളരെ വളരെ പിന്നെ എന്താ പറയുക, വില കുറഞ്ഞ രീതിയിലാണ് ഇത്തരം പ്രചരണങ്ങളെ കാണുന്നത് എന്ന് മാത്രമല്ല, അത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ആര് പറഞ്ഞാലും ലീഗ് അതിൻ്റെ എല്ലാ സമുദായങ്ങളെയും സമൂഹങ്ങളെയും കൂടെ നിർത്തി കൊണ്ടുപോവുക എന്നുള്ള സമീപനം തുടരും. ആ സമീപനത്തിൻ്റെ കൂടെ ജനങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്താ പറയുക, കഴിഞ്ഞ പാർലമെൻറ്റിലെ ഉജ്ജ്വല വിജയം, അതുപോലെ തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ ഉജ്ജ്വല വിജയം, ഈ അടുത്ത സമയത്തുണ്ടായ മലപ്പുറത്തെ അതുപോലെ തന്നെ മലബാറിലൊക്കെ ഉണ്ടായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ ബൈ ഇലക്ഷനിലൊക്കെ ഉണ്ടായ ഉജ്ജ്വല വിജയം, പാണക്കാട് തങ്ങന്മാരുടെ ഈ സ്റ്റാൻഡിന് അതിൻ്റെ പിന്നിൽ പൊതുസമൂഹമുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തീയ ബിഷപ്പുമാരും അതുപോലെ തന്നെ മറ്റു മതമേലധ്യക്ഷന്മാരും അതുപോലെ സന്യാസിമാരും ബാക്കിയുള്ള ആളുകളുമൊക്കെ പിന്നെ ആയിട്ടുള്ള കൂടിയാലോചനയും വേദി പങ്കിടലും ബാക്കി കാര്യങ്ങളും അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. അതിനൊക്കെ പെരുപ്പിച്ച് കാണിച്ച് സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന സമീപനത്തിനോട് ലീഗിന് യോജിപ്പില്ല. ലീഗ് ആര് പറഞ്ഞാലും ആ വിഭാഗീയത അത് അറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും.